നമുക്ക് ഹെന്നയുടെ ബേസിക് എലമെൻറ്റ്സിൽ കുറച്ച് എലമെൻറ്റ്സ് കൂടി പഠിച്ചാലോ? ആദ്യം നമുക്ക് ഹംസ് പഠിക്കാം. ഹംസ് പഠിക്കാനായിട്ട് ഞാൻ നേരത്തെ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലൈൻ എങ്ങനെ വരയ്ക്കണമെന്നുള്ളത്. അത് നോക്കിയിട്ട് ലൈൻ വരച്ചൊന്ന് പഠിച്ചതിന് ശേഷം സ്ട്രൈറ്റ് ലൈൻ ഒരെണ്ണം വരയ്ക്കുക. അതിൻ്റെ താഴെ കൂടെ അങ്ങനെ ചെറിയ നമ്മൾ റാ വരയ്ക്കില്ല, റാ വരയ്ക്കുന്നതിൻ്റെ കുറച്ചുകൂടി നീട്ടി വരയ്ക്കുന്ന രീതിയിൽ ഹംസ് വരച്ചു കൊടുക്കാം. ഹംസ് വരയ്ക്കാൻ സിമ്പിളാണ്. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരേ വലിപ്പത്തിലാവാൻ, ആ റാ പോലത്തെ സംഭവം ഒരേ വലിപ്പത്തിലാവാൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബിഗ് ഹംസ് വരയ്ക്കാനായിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കുക. ലൈനിൻ്റെ താഴെ ഇങ്ങനെ ചെറിയ ഹംസ് വരച്ചു കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് റാ പോലെ കുറച്ച് വലുതായിട്ട് ഹംസ് വരച്ചു കൊടുക്കാം. അങ്ങനെയാണ് ബിഗ് ഹംസ് വരയ്ക്കുക. അതേപോലെ തന്നെ ബിഗ് ഹംസ് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി കാണിച്ചു തരാം. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത റീലൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒരു പോർഷനിൽ കുത്തിയിട്ട് നേരെ നമ്മൾ എങ്ങോട്ടാണോ വരയ്ക്കണേ അങ്ങോട്ട് കൈ ഒന്ന് മൂവ് ചെയ്ത് അവിടെ കുത്തിയാൽ മതി. പിന്നെ ബിഗ് ഹംസ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിഗ് ഹംസ് പഠിച്ചു. പിന്നെ സ്പൈറലാണ് വരുന്നത്. സ്പൈറൽ വരയ്ക്കാനായിട്ട് കറക്റ്റ് ഒരു റൗണ്ട് വരയ്ക്കുക. റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ വരച്ചിട്ട് ആ നടുക്കൊന്ന് ഡോട്ട് വരച്ചു കൊടുക്കുക. ഡോട്ട് വരയ്ക്കാനും ഞാൻ കഴിഞ്ഞ റീലിൽ പഠിപ്പിച്ചായിരുന്നു, അതേപോലെ വരച്ചു കൊടുക്കുക. അതേപോലെ വലിയ സ്പൈറലും ചെറിയ സ്പൈറലും വരയ്ക്കുക. പിന്നെ സ്പൈറൽ പ്ലസ് ഹംസ് വരയ്ക്കാനായിട്ട് അതേപോലെ തന്നെ സ്പൈറൽ വരയ്ക്കുക. ആദ്യം റൗണ്ട് വരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പൈറലിൻ്റെ ഒപ്പം തന്നെ ഹംസ് വരയ്ക്കുക. ചെറിയ ഹംസ് വരയ്ക്കുക. അതിൻ്റെ ആ ബോർഡറിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. റൗണ്ട് വരയ്ക്കുക. റൗണ്ടിൻ്റെ ഉള്ളിൽ ഡോട്ടിടുക. വരച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹംസ് വരച്ചു കൊടുക്കാം. നമ്മൾ സ്മോൾ ഹംസാണ് വരയ്ക്കുന്നത്. ബിഗ് ഹംസും വരയ്ക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ മേളിൽ കൂടെ വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ബിഗ് ഹംസ് വരച്ചു കൊടുത്താൽ മതി. പിന്നെ ഹംസ് പ്ലസ് ഡോട്ട് പഠിക്കാനായിട്ട് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. അതിൽ നമ്മൾ മേളിൽ വരച്ച പോലെ ഹംസ് വരച്ചു കൊടുക്കാം. ഹംസിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഡോട്ട് വരയ്ക്കുന്നത്. ഡോട്ട് വരയ്ക്കാൻ ഞാൻ കഴിഞ്ഞ റീലിൽ പഠിപ്പിച്ചായിരുന്നു. അതേപോലെ തന്നെ നോക്കിയിട്ട് ഡോട്ട് വരച്ചു കൊടുക്കുക. ഡോട്ട് കറക്റ്റായിട്ട് എല്ലാത്തിനും ഒരേ അളവിൽ ഡോട്ട് വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ഡോട്ട്സ് വരയ്ക്കുന്നത്. വീണ്ടും ഒന്നുകൂടി വരയ്ക്കാം. ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കുക. ഇത് ഒരേ വലിപ്പത്തിലാവാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴാണ് ഭംഗി വരാം. ഹംസ് കേട്ടോ, ഹംസ് ഒരേ വലിപ്പത്തിലാവണം, എന്നാലാണ് ഭംഗി വരാം. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസൈൻ പഠിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.